ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ടൂർ പോയേക്കുന്നതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇന്ന് വരാനായിട്ട് പോകുന്നത്. അപ്പോൾ 2 എപ്പിസോഡായിട്ട് ഞാൻ പറയുന്നുണ്ടായിരുന്നു നമ്മുടെ റിസോർട്ട് എവിടെയാണെന്ന് നിങ്ങളുടെ അടുത്ത് ഹൈഡ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ഇത് വേറെ എവിടെയല്ല, നമ്മൾ മൂന്നാർ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് മുടിപ്പാറ എന്ന സ്ഥലത്ത് റോക്ക് ക്യാമ്പർ എന്ന് പറഞ്ഞ റിസോർട്ടാണ് ഈ 2000 രൂപയ്ക്ക് ഇത്രയും ഫെസിലിറ്റീസ് നമുക്ക് തരുന്നത്. അപ്പോൾ എന്തൊക്കെ ഫെസിലിറ്റീസ് എന്ന് ഇപ്പം നമുക്ക് ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവില്ല. അവർ ബാക്കി 2 വീഡിയോ ചെക്കൗട്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും പോയിട്ട് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വായോ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കണേ. താങ്ക് യു. ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ റിസോർട്ടിലേക്ക് എത്തുകയാണ്. ആ കാണുന്നുണ്ടോ, ആ കാടിനുള്ളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നതാണ് നമ്മുടെ റോക്ക് ക്യാമ്പർ റിസോർട്ട്. അപ്പൊ ഗൈസ്, നമ്മള് റിസോർട്ടിലെത്തി. നമ്മളൊന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോ ജസ്റ്റ് ഒന്ന് റിസോർട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പൊ അവിടെ തന്നെ നമ്മുടെ ബാക്കിലെ റിസോർട്ടിൽ അവര് ഭയങ്കര വൈബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരവിടെ വൈബ് ചെയ്യട്ടെ. നമുക്ക് അവിടെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പൊ നമ്മുടെ കുറച്ച് ടീമുകൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കത് എന്താണെന്ന് അറിയാനായിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ഓക്കെ, ഈ റിസോർട്ടിൽ നിന്ന് നമ്മൾ നേരെ നടന്നു വരുമ്പോൾ ഇവിടെ ഒരു ഉഗ്രന ഒരു വ്യൂ ഉണ്ട്. ഞാൻ കാണിച്ചു തരാട്ടോ. ഗൈസ്, ആ വ്യൂ ഒന്ന് നോക്കൂട്ടോ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണേ. അത് കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മുടെ പൂളിരിക്കുന്നത്. പൂളിൽ നമുക്കുള്ള ടൈം ആയിട്ടില്ല. കാരണം ഈ ഒരു റിസോർട്ടിൽ ഇപ്പോൾ ഓൾറെഡി 100 പേരോളം ഉണ്ട്. അതില് 100 പേരോളം നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പം ഈ റിസോർട്ടിലുണ്ട്. പല ടീമുകളായിട്ട് വന്നേക്കാണ്. പല കോട്ടേജുകളും ടെന്റുകളൊക്കെ ആയിട്ടൊക്കെ തന്നെ ഒരുപാട് സെക്ഷൻസ് ഇവിടെ ഉണ്ട്. അതിൽ നമുക്ക് പൂളിന്റെ ടൈം ആയിട്ടില്ല. അപ്പോൾ തൊട്ട് താഴെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു വാട്ടർഫോൾസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കുറച്ച് ടീംസ് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. അപ്പം ഞാൻ പറഞ്ഞ ടെന്റുകൾ കാണിച്ചു തരാം കേട്ടോ. അതെ, ഇതാണ് ടെന്റുകൾ. അതെ, നമ്മുടെ ഫ്രണ്ട്സ് അവിടെ നിൽക്കുന്നുണ്ടേ. ഞാൻ ഒന്ന് സൂം ചെയ്യാമേ. അവിടെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. അവിടെ കണ്ടോ, അവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇപ്പോ നടന്നു പോവാം. നമ്മള് വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഇത് ഇറങ്ങാൻ ഇത്തിരി ഡിഫിക്കൽട്ടാണ്. നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഒന്ന് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. അത്ര ഭയങ്കര ഒരു കാറ്റാണ്. നമുക്ക് ഇറങ്ങി നോക്കാം. നമ്മുടെ ടീമുകളവിടെ കുളിച്ചു തുടങ്ങി കേട്ടോ. ഞാനും കുളിക്കാൻ റെഡി ആയിട്ടാ വന്നേക്കുന്നത്. അയ്യോ, ഞാൻ നേരത്തെ ബ്ലോഗിൽ പറഞ്ഞ പോലെ തന്നെ വെള്ളം ഹൈറ്റ് എനിക്ക് ഭയങ്കര പേടിയുള്ളതുകൊണ്ട് ഇവിടെ എന്തോരം ഹൈറ്റ് ഉണ്ടെന്ന് അറിഞ്ഞു വെച്ചതിന് ശേഷം മാത്രമേ ഞാൻ ഇറങ്ങുള്ളൂ. നമുക്ക് എന്തോരം ഉണ്ടെന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം. ഇപ്പൊ ഏകദേശം നമ്മൾ അവിടെ എത്തി. അവിടെ എത്തി. യെസ്, ജപ്പാൻ ഇല്ല ഇല്ല. ഓക്കെ, അപ്പൊ അപ്പോ ഒന്ന് നിർത്തൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. അവിടെ നമ്മുടെ പിള്ളേര് കുളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ പിള്ളേരെ കാണിച്ചു തരാം. യെസ്, സഞ്ജയുടെ സമ്രാടി. അപ്പൊ ഒരാളും കൂടി വരുന്നുണ്ട്, ഉണ്ണിക്കുട്ടൻ. അവനും കൂടി കേറി വന്നിട്ട് നമുക്ക് സമ്രാടിക്കാം. റെഡിയാണോ? അല്ല, എങ്ങനെയാണ് പ്ലാൻ ചെയ്യണത്? നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? വെള്ളത്തിച്ചാട്ടാണ് പ്ലാൻ ചെയ്യണത്. അപ്പൊ അടുത്ത ആള് നമ്മുടെ ഉണ്ണിക്കുട്ടൻ. അയാൾ എന്താ പറയുന്നേ?
എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണ നിനക്കൊല്ല കേൾക്കാൻ പറ്റണ വേറെ ഒന്നുമല്ല കേസ് ഞാൻ പറഞ്ഞത്. ഞാനേ വെള്ളത്തിൽ ഇറങ്ങണേന്റെ ആവേശത്തിൽ മൈക്കെല്ലാം മാറ്റി വെച്ചിട്ട് സംസാരിക്കണേ എന്നുള്ളൊരു ബോധം എനിക്ക് അന്നേരത്ത് ഉണ്ടായിരുന്നില്ല. വെള്ളം അത്രയ്ക്ക് പേടിയുള്ള ഞാൻ എത്ര ആഴമുണ്ടെന്ന് നിജിത്തേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കണം. അപ്പൊ നീത്തേട്ടൻ പറഞ്ഞു നീത്തേട്ടൻ്റെ തലയുടെ അത്ര ഉള്ളൂ. ആഹാ അടിപൊളി. അപ്പൊ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ മുങ്ങിപ്പോകും എന്നുള്ളൊരു പേടി കൊണ്ട് ഞാൻ തിരിച്ചോടുകയാണ് കേസ്. നീ ഇറങ്ങിയില്ലെങ്കിൽ നിന്നെ പിടിച്ച് മുക്കും എന്നുള്ള വാശിയിൽ സഞ്ജയ്. ഞാൻ പരമാവധി ഓടി വിളിക്കാനായിട്ട് ശ്രമിച്ചു, പക്ഷെ പിടിച്ചോണ്ട് വന്നു സഞ്ജയ്. ഇല്ലടാ നീ ധൈര്യമായിട്ട് പോരെ, ഞാനില്ലേ കൂടെ എന്നുള്ള ധൈര്യത്തിലാണ് സഞ്ജയ് എന്നെ പിടിച്ചിട്ട് വരണത്. അവന്റെ ഒറ്റൊരു ധൈര്യത്തിൽ ഞാൻ അങ്ങോട്ട് പോവാണ്. എന്തൊക്കെ വന്നാലും എന്നെ മുക്കിക്കൊല്ലില്ല എന്നുള്ളൊരു ധൈര്യം എനിക്കുണ്ട്. ഈ സമയത്തും ഞാൻ കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എന്നെ പിടിച്ചു കൊണ്ടുവന്ന് കുളത്തിന്റെ വക്കത്ത് കൊണ്ട് നിർത്തി. എന്നിട്ട് ചാടണം എങ്ങനെയാന്ന് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഓരോരുത്തരായി കുളത്തിലേക്ക് ചാടാൻ തുടങ്ങി. നിജിത്തേട്ടൻ ആദ്യം ചാടി, അതിന് പുറകെ സഞ്ജയും ചാടി, പ്രേമും ചാടി. ഇപ്പൊ പറഞ്ഞത് ഓർമ്മ വന്നു കേസ്. ഒരു കപ്പ് ഇട്ടിരുന്നെങ്കിൽ കരയിൽ ഇരുന്നിട്ട് കോരി കുളിക്കായിരുന്നു എന്നാണ് ഞാൻ അന്നേരത്ത് പറഞ്ഞത്. അങ്ങനെ നീണ്ട നേരത്തെ സംസാരത്തിന് ശേഷം നിജിത്തേട്ടന്റെ ഒറ്റ ധൈര്യത്തിൽ ഞാൻ കുളത്തിലേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നിജിത്തേട്ടന്റെ കൈയും പിടിച്ച് ഞാൻ ധൈര്യത്തിൽ കുളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് സംഭവം മനസ്സിലാക്കുന്നത്. കുളത്തിന് അത്യാവശ്യം നല്ല ആഴമുണ്ട് കേസ്. ഇറങ്ങിക്കഴിഞ്ഞപ്പോ നിജിത്തേട്ടൻ എന്നെ കൈവിടാനൊരു ശ്രമം നടത്തി. ആഹാ ചാവുകയാണെന്നുണ്ടെങ്കിൽ നിന്നെയും കൊല്ലുമടാ എന്നുള്ള രീതിയിൽ ഞാൻ നിജിത്തേട്ടന്റെ കഴുത്തിന് തന്നെ കയറി പിടിച്ചു. മുള്ളംകൊല്ലി വേലായുധൻ തടി പിടിക്കുന്ന പോലെ എന്നെയുമായി നിജിത്തേട്ടൻ കുളത്തിന്റെ നടുക്കിലേക്ക്. ഹൊയ് 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 ഹൊയ്. ഈ കുളത്തിന് നടുക്ക് നല്ല ആഴമുണ്ട്. പക്ഷെ അതിന്റെ സെന്ററിലായിട്ട് ഒരു പാറ ഉള്ളതുകൊണ്ട് എന്നെ അതിന്റെ മുകളിൽ കൊണ്ട് നിർത്തി. എന്നിട്ട് നിജിത്തേട്ടൻ പതുക്കെ അങ്ങോട്ട് സ്കിപ്പായി. ഞാനൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശുഭം. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ കുമ്പിടി എത്തി, നിഖിലെത്തി, ആദ്യം കണ്ണനും എത്തി, നമ്മുടെ കൊച്ചു എത്തി. നമ്മള് പൂളിലെ കുളി കഴിഞ്ഞ് തണുത്ത് മരവിച്ചിട്ട് നിൽക്കുകയാണ്. ഇനി നമ്മള് അല്ല പൂളിലല്ല സത്യം പറഞ്ഞ കുളിച്ചത്, മറ്റേ നാച്ചുറൽ ആയിട്ടുള്ള കുളത്തിൽ. യെസ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ റിസോർട്ടിലെ പൂളിൽ കുളിക്കാൻ പോവാണ്. അല്ല ഈ അല്ല ഈ കുളത്തിലെ കുളി എങ്ങനെയുണ്ടായിരുന്നു? കുളത്തില് ഭയങ്കര തണുപ്പായിരുന്നു, നല്ല സുഖമായിരുന്നു. ഭയങ്കര ആഴമുണ്ടോ ഇറങ്ങിയില്ല, പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നു. കുളത്തില് കൊറേ 4 തവളകളുണ്ടായിരുന്നു. എപ്പോ? പിന്നെ 3 ബ്രാലുണ്ടായിരുന്നു. എപ്പോ? അവരോട് ഞാൻ സംസാരിച്ചു. എന്താണ് സംസാരിച്ചത്? താങ്കൾ എന്താണ് അവർക്ക് അവരുടേതായ വിഷമങ്ങളുണ്ട്. ബ്രാലിന് നീരിറക്കാൻ പറ്റണില്ല. എന്തുകൊണ്ട്? അത് ആ കുളത്തിൽ അത്രത്തോളം ഒരു ഓക്സിജൻ കിട്ടണില്ല. എന്താ അപ്പൊ ഗൈസ്, നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള കുളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിപ്പോ റിസോർട്ടിലെ പൂളിൽ ഇറങ്ങാനായിട്ട് പോവാണ്. പരമാവധി എല്ലാവരും ഇറങ്ങി, ഞാനും ഇറങ്ങിയിട്ട് പകുതി കുളിച്ചിട്ട് നിൽക്കുകയാണ് ഫുള്ള്. അതെ, ബാക്കി എല്ലാവരെയും ഒന്ന് കാണിച്ചു തരാം ഞാൻ. എൻ്റെ അമ്മോ, തണുത്തോട്ട് രക്ഷയില്ലാട്ടാ. എങ്ങനെയുണ്ട്? നല്ല സുഖം. ആരെ കെട്ടിയത്? ആദ്യം നല്ലൊരു തല വേണം. അപ്പൊ നമ്മുടെ എല്ലാവരും പൂളിൽ ഇറങ്ങിയിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. ബാക്കി നമ്മുടേതല്ലാത്ത കുറച്ച് ഗ്യാങ്സ് അവിടെ കുളിക്കുന്നുണ്ട്. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ആ ആ അപ്പൊ ഞാനും കൂടി ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വരാം. കുളിച്ച് വന്നതിന് ശേഷമുള്ള വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ. എല്ലാവരും ഇറങ്ങി, ഇപ്പൊ ഞാൻ മാത്രമേ ഇറങ്ങാനുള്ളൂ. അപ്പൊ ഞാനും കൂടി ഒരു സമ്മർ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഒറ്റമായിട്ട് വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് എൻഡ് ചെയ്യാണ്. നമ്മൾ ട്രക്കിങ്ങിന് പോയ ഒരു വീഡിയോ കൂടി ഉണ്ട്, അത് നാളെ തന്നെ വരുന്നതായിരിക്കും. അതിനുവേണ്ടി സ്റ്റേ ട്യൂൺ. ഇറ്റ്സ് മീ രാഹുൽ മോഹൻ.